ഇപ്പച്ചക്ക് എന്താ സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ. ഇതല്ല മെയിൻ ഐറ്റം. ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ഡയറ്റിംഗ് ആയതുകൊണ്ട് ഷുഗർ ഞങ്ങൾ Happy birthday to you. Happy birthday to you. Happy birthday. എണീക്ക്. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? 12 മണി കഴിഞ്ഞു. കുഞ്ഞി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കി. എണീച്ചേ. ഹാപ്പി ബർത്ത്ഡേ. ബലംപിളി കേക്ക് മുറിച്ചോ? ഞാൻ ഉണ്ടാക്കിയതാ. ഇവള് സ്വന്തം ഉണ്ടാക്കിയതാ. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി പഠിച്ചതാണ്. സമയത്രേ 12 മണി. ഗോതമ്പാണ്, ഹെൽത്തിയാണ്. പഠിക്കാൻ 12:01. സെൽഫി എടുത്തോ, സെൽഫിയിൽ എടുത്തോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കേക്ക് മുറി തുടങ്ങുകയാണേ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. നല്ല ടേസ്റ്റ്. നല്ല മധുരം. എന്താ മധുരട്ടെ? ശർക്കര. നെയ്ച്ചൊന്നുമില്ല. ഇപ്പൊ ഇനിയിപ്പം കഴിക്കൂലല്ലോ. ഇപ്പൊ എണീക്കൂലല്ലോ. അതോ ഫെയിലാവാൻ മതി. നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ്. ഞാൻ അങ്ങനെയല്ല കൊടുക്കണം. എന്താ കരുതിയ വെറുതെ ഇങ്ങനെ തരുന്നോ? പൊട്ടിച്ചോ. അതെന്താ സാധനം നോക്കാൻ വരി. പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങാൻ. വാങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല. യൂട്യൂബൊക്കെ തുടങ്ങിയാലേ അല്ലാ 100x ₹300 വിറ്റ സാധനത്തിനെ കൊണ്ടുപോയി 723 രൂപയ്ക്ക് വിറ്റ്. ഓക്കെ, ഫോണിൽ അല്ലേ? ഹലോ, സെൽഫി സ്റ്റിക്ക് കൊണ്ടെടുത്തു. നമ്മൾ സർപ്രൈസ് ആയിട്ട് സെൽഫി സ്റ്റിക്ക് കൊടുത്തു. ഗൈസ് ഉമ്മമ്മയാണ് കൊണ്ടുവന്നത് ഒക്കെ വാങ്ങിയിട്ട്. കുഞ്ഞാവിൻ്റെ വകയാണ് പൈസ. അങ്ങനെ ഇപ്പോൾ അൺബോക്സ് ചെയ്തു. ഫോൺ വെച്ചോ, ഒരു സെൽഫി എടുക്കാൻ.
ലൈറ്റ് ഉണ്ട്. ചാർജ് ചെയ്യണോ? എന്തോ അതിൻ്റെ ഫോൺ വെച്ച് ക്യാമറ മീനതിൻ്റെ സെറ്റിങ്സ് ആവാം. അതിങ്ങോട്ട് വലിക്കാം. എവിടെ നിന്നോ വലിക്കും. അവിടെ സ്വിച്ച് ഇട്ട് അവിടെ സ്വിച്ച് ഉണ്ട്. ഓ മോനെ, എന്നാ അതിൽ ഫോൺ വെച്ചിട്ട് ഇനി എടുത്താൽ വീഡിയോ വേറെന്തോ ചെക്കൗട്ട് ചെയ്യാം. ഇനി അവസാനം ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ആക്കിയിട്ടാണ് ഇത് തൂണ് നിർത്തി വെക്കണം. അതിൽ ഫോൺ വെക്കടാ നോക്കട്ടെ. അവിടെ അല്ലേ ഫോൺ വെക്കണം. നേരെ നിക്ക്. ഇത്രയും മുകളിൽ വേണ്ട. ഇവിടെ നിവർത്തി പിടിക്കടാ. ഇത്രയും വലുപ്പുണ്ടോ? പിന്നെ ആണേ എനിക്ക് കാണിച്ചു തന്നല്ലേ ഇത്. ഇതിൽ വെക്ക്. ഫോൺ ഇതിൽ വെക്ക്. നീ ഫോൺ ഇതിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് പറയാം. ഓഫാക്ക് ഇത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഗിഫ്റ്റ് കിട്ടിയത്. സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ അതിനുള്ള വീഡിയോ ആണിത്. എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ ഇത്ര പേര് നമുക്ക് ഹൈറ്റ് കിട്ടുന്നുണ്ടോ? ഇത്ര പേരെ കിട്ടും. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രത്യേക ഗിഫ്റ്റാണത്. ഉണ്ടോ? എല്ലാവരും ഉണ്ട്. മോന്, ഉമ്മ എല്ലാവരും കൂടി സർപ്രൈസായിട്ട് ഈ രാത്രി 12 മണിക്ക് എന്നെ ഉറക്കാൻ ഏൽപ്പിച്ചിട്ട് ഗിഫ്റ്റാണ്. എന്ത് വില മതിക്കാനാണ് ഗിഫ്റ്റാന്ന് വെച്ചാൽ ഞാൻ മനസ്സുകൊണ്ട് ഒരു ആഗ്രഹിച്ച സാധനമാണ്. പക്ഷെ വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടി പറഞ്ഞു. ഇവിടെ മോന് ഇങ്ങോട്ട് പാടാ. ഇവരൊക്കെ കൂടിയാണ്. ഉമ്മയാണ് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ്. ഇഷ്ടപ്പെട്ടല്ല. ഉമ്മാക്ക് എന്തോ കഥ വേണമെന്ന് പറഞ്ഞ് മുത്തുമോള്, ഇതാണ് എൻ്റെ പൊന്നു മുത്ത്. അവളെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ആക്കി പൈസയൊക്കെ ഉണ്ടാക്കി എവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് വാങ്ങി തന്നെന്ന് പറഞ്ഞ്. എന്തായാലും മറക്കാനാവാത്തൊരു അനുഭവം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കില്ല. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. എനിക്കൊരു സാധനം സർപ്രൈസായിട്ട് കിട്ടുക. ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വളരെ നന്ദി. അപ്പോൾ എന്താ പറയുക, ഇതാണ് കുടുംബം. ഉപ്പണി ചെന്നിട്ടില്ല. 12 മണിയാണ്ട് ഉപ്പൊന്നും വന്നിട്ടില്ല. പിന്നെ കേക്കോൾ ഉണ്ടാക്കിയതാണ്. ഉമ്മാക്ക് എന്തോ കഥ പറയണമെന്ന് പറഞ്ഞല്ലേ, എന്തായിരുന്നേ? ഉമ്മാക്ക് കഥ പറയാന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം ഇപ്പം നമ്മൾ നല്ല ആഘോഷിക്കുകയാണെങ്കിലും ജനനം ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച സമയത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും തീരെ ഇല്ലാത്ത ടൈമിൽ കൂട്ടം കുടുംബം ആരും ഇല്ലായിരുന്നു. അപ്പോൾ അന്നേരം അങ്ങനെ ഹോസ്പിറ്റലിൽ വരെ വന്ന് നിൽക്കാൻ ഒരാളില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ ആശുപത്രിയിൽ പോയി സിസേറിയൻ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 6 മണി മുതൽ നേരം വെളുക്കുവോളം പിന്നെ ഹോസ്പിറ്റലിൽ ചിലവഴിച്ചു. സിസേറിയന് വേണ്ടി എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കും. അപ്പോഴത്തേനാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ പിന്നെ ജനറേറ്ററിന് കംപ്ലൈൻറ്റ്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ആകെ വിരളി പിടിച്ച് ഓടുകയായിരുന്നു. അവർ പറഞ്ഞു ഇനി എന്ത് ചെയ്യും, മാനന്തവാടി ഹോസ്പിറ്റലാണ്, അവിടെ നിന്ന് കോഴിക്കോട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ തള്ള അല്ലെങ്കിൽ കുട്ടി, ഇല്ല രണ്ടിലേതെങ്കിലും ആക്കിയാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ പരവേശപ്പെട്ട് അവരെ അവിടേക്ക് വിളിച്ചു. നല്ല മരുന്നൊക്കെ വരുത്തിച്ചു. ഞങ്ങളോട് ചോദിച്ചു പൈസ ഉണ്ടോ മരുന്നിനൊക്കെ. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ ഉണ്ട് പറഞ്ഞു. ഒടുവിൽ അവർ തന്നെ ഡോക്ടർമാരൊക്കെ കൂടെ സംഘടിപ്പിച്ച് അവിടെ നമുക്ക് പുറത്ത് വാങ്ങി മണിക്കൂറുകൾ ഓരോ മണിക്കൂറുകൾ കിട്ടും 500 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ വെപ്പിച്ചു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ വെച്ച് അങ്ങനെ ടൈം പാസ്സാക്കി നീട്ടി കൊണ്ടുപോന്നു. 6 മണി വൈകുന്നേരം വ്യാഴാഴ്ച ദിവസമായിരുന്നു. 6 മണി മുതൽ നേരം വെളുത്ത് 7:10 വരെ അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സാധാരണ നോർമൽ പ്രസവം ഉണ്ടായി പ്രസവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കഞ്ഞി വാങ്ങാൻ 2 രൂപ കൊടുത്തൊരു കഞ്ഞി വാങ്ങാൻ ക്യാഷില്ല. ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. അത്ര കഷ്ടപ്പെടും ആയിരുന്നു. അടുത്ത ബെഡിൽ കിടന്ന ഒരു പിന്നെ പേഷ്യൻറ്റിനെ നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്നെ നോക്കിയത്. കാരണം എൻ്റെ കൂടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർക്ക് പേവാർഡ് എടുത്തു കൊടുക്കണം, അല്ല സാധാ റൂമിൽ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്.
അവർ തിരിച്ചു പോയി, അവർ നിന്നില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ട് പിടിച്ച ഇപ്പോഴും എന്നും അവനിപ്പോൾ 32 വയസ്സായി. ഞാൻ എൻ്റെ ചുരുക്കി പറഞ്ഞ എൻ്റെ മരണം വരെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും കഷ്ടപ്പാട് പിടിച്ചൊരു ജീവിതം. എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ അന്ന് അവർ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയാം. പക്ഷേ എനിക്കുണ്ടായ അനുഭവമാണിത്. അതൊന്നും പറഞ്ഞാൽ തീരില്ല. ഒരു മരുന്ന് വാങ്ങാനോ ആകെ 105 രൂപയുടെ മരുന്നാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാലും 3 കുപ്പി അരിഷ്ടം, അതിന് 105 രൂപയാണെന്ന്. അതേപോലെ ഒരു 1.5 കിൻഡിൽ നെല്ല് വാങ്ങി പുഴുങ്ങി വെച്ചിരുന്നു ഉണക്കി. അതുവരെ വിറ്റിട്ടാണ് പിന്നെ മരുന്ന് വാങ്ങുന്നത്. ഹോസ്പിറ്റലൊക്കെ നല്ലൊരു ചിലവ് വന്നു. ആരും വായ്പ തരാനും അന്നത്തെ പോലെ സഹായിക്കാനൊന്നും ആരുമില്ല, കൂട്ടമില്ല, കുടുംബമില്ല. അങ്ങനെ ഒരു സമയമായിരുന്നു. എന്തായാലും ആയുസ്സിനും ആരോഗ്യത്തോടു കൂടെ മോന് 32 വയസ്സായി. പഠിച്ച റബ്ബ് കുറേ കാലം ഞാൻ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി അവന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനും വേണ്ടി അവന് ദീർഘകാലം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വിഷസ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇന്ന് രാത്രി 12 മണിക്കൊരു ബർത്ത്ഡേ വിഷസ് വന്നു. കുറേ കാര്യങ്ങൾ കേട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. എന്തായാലും ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തീർന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ 32 വയസ്സ് കഴിഞ്ഞല്ലേ. ഇത്ര പെട്ടെന്ന് കളവനായി കൊണ്ടിരിക്കണമെന്നറിയാം. ഇനിയിപ്പോൾ 40 50 60 എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. 10 ദിവസം കഴിഞ്ഞാൽ എനിക്ക് 28. അതാണ് വയസ്സും പ്രായമൊക്കെ പോകുന്നതൊന്നും അറിയില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ മാസമാണ് ഞങ്ങളെ 3 പേരുടെയും ബർത്ത്ഡേ. ഉമ്മാൻ്റെ ബർത്ത്ഡേ ഈ മാസമാണ്, 24-ാം തീയതിയാണ്. 24-ാം തീയതിയാണ്. അന്ന് സർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കുറച്ച് സഹായിച്ചു. 25-ാം തീയതി മുത്തുമോളുടെ ബർത്ത്ഡേ. ഓളെ ബർത്ത്ഡേക്ക് പിന്നെ ഞാൻ ഒന്നും കൊടുക്കില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒന്ന് സ്നേഹം കൊണ്ട് വന്നാട്ടോ പാവം. എന്തായാലും അത് നമുക്ക് വലിയ ഗിഫ്റ്റല്ലേ. പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ എന്ത് ഗിഫ്റ്റും വലുതാണ്. പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടുമ്പോൾ ഒരു ഗിഫ്റ്റിനൊരു വില ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെ സ്നേഹ സമ്മാനവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. സാറിന് എല്ലാം നാളെ ജോലിക്ക് പോകണം, പണി ലീവൊന്നും എടുത്തിട്ടില്ല ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ കിടന്നുറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.